അന്ന് രാജിവെക്കണമെന്ന് പറഞ്ഞ നേതാവ് ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇത് ചോദിച്ചുകൂടാ എന്ന ചോദ്യം അവർ തിരിച്ചുന്നയിക്കുന്നു. എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് ഈ പറയുന്ന സ്ഥലത്തേക്ക് പെഹൽഗാമിലേക്ക് ഭീകരർക്ക് എത്താൻ കഴിഞ്ഞത്? അപ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടി അതത്ര നമുക്ക് മുഖവിലക്കെടുക്കാൻ കഴിയുന്ന ഒരു മറുപടിയായി തോന്നിയിട്ടില്ല. അമർനാഥ് യാത്രയ്ക്ക് മുൻപാണ് സാധാരണ തുറന്നു കൊടുക്കാറ്. പക്ഷേ ഇതവിടുത്തെ ലോക്കൽ അതോറിറ്റി തുറന്നു കൊടുത്തതാണ്. അത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത്രയുമേ ഉള്ളൂ എന്ന തരത്തിലേക്കാണോ? അത് എന്താണ് തരുന്ന സന്ദേശം എന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭീകരരെവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. എവിടെയാണ് ഈ ആക്രമണം നടത്തിയ ഭീകരർ പോയിരിക്കുന്നത്? ഇവരെ നമുക്ക് പിടികൂടാൻ കഴിയുന്നില്ലല്ലോ ഇത്ര ദിവസമായിട്ടും എന്നുള്ള ചോദ്യം. ഇവർ എവിടെയൊക്കെയോ പോയിട്ടുണ്ടോ എന്നതിൽ പലതരം അഭ്യൂഹങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ചോദ്യങ്ങളായി അവർ ഉന്നയിക്കുകയാണ്. ശ്യാംരാജ്, ഒന്ന് ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ തരാം. അതിന് മുമ്പായിട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ ഇദ്ദേഹത്തിന് ഗിരിപ്രഭാഷണത്തിന് ചില ഉത്തരങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏകദേശം 2-5 മിനിറ്റ് പറഞ്ഞിട്ടുള്ള ഈ ഗിരിപ്രഭാഷണങ്ങൾ പറയേണ്ടത് ഞങ്ങളോടല്ല. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിൽ നിന്നും കോൺഗ്രസിൻ്റെ വിവിധ ട്വിറ്റർ എക്സ് ഹാൻഡുകളിൽ നിന്നും വന്നിട്ടുള്ള അവരുടെ നിലപാടുകൾ ശരിയല്ല എന്നും അത് തിരുത്തണമെന്നും അവരുടെ പാർട്ടി തന്നെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങളാരും പറഞ്ഞല്ലോ. എന്തുകൊണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറി ഇങ്ങനെ പറയേണ്ടി വരുന്നു? അതിനർത്ഥം അവർക്കത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഈ ഒരു സന്ദർഭത്തിൽ, ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ രാജ്യത്തിനകത്ത് ഞാനൊരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ രാജ്യത്തിനകത്ത് വിവിധ രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്, അല്ലെങ്കിൽ രാജ്യത്തിനകത്തൊരു ഐക്യമില്ല എന്ന രീതിയിലുള്ള ട്വിറ്ററുകളോ അല്ലെങ്കിൽ എക്സിൽ പ്രചരിപ്പിക്കുന്നത് തന്നെ തെറ്റല്ലേ? അത്തരത്തിലുള്ള ഒരു മെസ്സേജ് ലോകത്ത് മൊത്തം ഈ ഒരു കാലഘട്ടത്തിൽ കൊടുക്കുന്നത് എന്തിനാണ്? ഇത് അതാണ് ഞാൻ പറയുന്നത്, ഇത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല, ഇത് ഇവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ പറയാൻ വേണ്ടിയിട്ട് പാടില്ല, ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. സിദ്ധരാമയ്യ പറഞ്ഞത് ശുദ്ധ അപസംബന്ധമാണ്. ശരി, അത് അവരുടെ നേതൃത്വം അങ്ങനെയെങ്കിൽ അത് പക്വതയോടെ ഹാൻഡിൽ ചെയ്തു എന്ന് തന്നെയല്ലേ നമ്മൾ കാണേണ്ടത്. ശ്രീ പി ശ്യാമരാജ്, ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്താണ്? ഇതിലിപ്പോൾ മറ്റ് സർക്കാർ ഭരിക്കുമ്പോൾ ആക്രമണം നടക്കുമ്പോൾ ഒരു നിലപാട്, ഇപ്പോൾ മറ്റൊരു നിലപാട്, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതിനെ വേറെ തരത്തിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അത് ശരിയാണോ? അങ്ങനെയല്ല. ഇതിനുള്ള മറുപടി പറഞ്ഞില്ലല്ലോ. മൻമോഹൻ സിംഗിന്റെ 10 വർഷക്കാലത്ത് ഞാൻ പറയട്ടെ സന്ദീപ്, നിങ്ങൾ ഇടയ്ക്ക് പറയല്ലേ? നിങ്ങൾ ജനാധിപത്യത്തിലേക്ക് കുറച്ച് മുമ്പ് ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം ക്ലാസ് എടുത്തല്ലോ. ഞാൻ പറഞ്ഞു കഴിയട്ടെ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ പറയും, അതല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് പേജിൽ ഇടും എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ. ഇപ്പം ഞാൻ പറയട്ടെ, ഇത് ജനാധിപത്യ രീതിയിലുള്ള ചർച്ചയാണല്ലോ. നോക്കൂ, 2004 ശേഷമുണ്ടായി മൻമോഹൻ സിംഗിൻ്റെ 2004 മുതൽ 2014 വരെയുള്ള 10 വർഷത്തെ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് എത്ര ഭീകരാക്രമണം ഉണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ? ഈ രാജ്യത്ത് എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ഒരു വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ, അത് ബാംഗ്ലൂർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൈദരാബാദ് ആയിക്കോട്ടെ, ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ എത്രയോ ഭീകരാക്രമണങ്ങൾ നടന്നിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് മുംബൈ ഭീകരാക്രമണം കൂടി വന്ന സമയത്ത് ജനങ്ങൾ മുഴുവനായിട്ട്, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളിൽ നിന്നുള്ളൊരു എതിർപ്പുണ്ടായ സമയത്ത് ആണ് അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന് പറയേണ്ടി വന്നിട്ടുള്ളത്. എന്നിട്ട് ഈ മുംബൈ ആക്രമണത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഇതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. ഇവിടെ KPCCയുടെ എക്സ് ഹാൻഡിൽ വന്നിട്ടുള്ള ആ ചോദ്യം തന്നെ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. എങ്ങനെ ഈ ഭീകരർ മുംബൈയിലേക്ക് എത്തി? ഇത്രയധികം ആളുകൾ ആയുധങ്ങളുമായിട്ട് മുംബൈയിലേക്ക് എത്തി. എന്തായിരുന്നു അന്ന് മൻമോഹൻ സിംഗിന്റെ സർക്കാരിനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റാതെ? എന്താണ് അന്ന് ഇന്റലിജൻസ് ഫെയിലായത്? എന്നിട്ട് വന്ന് 166ഓളം വരുന്ന നമ്മുടെ ഇന്ത്യൻ ജനതയെ ഇതുപോലെ തന്നെ പോയിന്റ് ബ്ലാങ്കിൽ വെറുതെ വെടിവെച്ച് കൊന്ന സമയത്ത്, കൊന്നതിന് ശേഷം എന്ത് തിരിച്ചടിയാണ് കൊടുത്തിട്ടുള്ളത്? ഒരു തിരിച്ചടിയും ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ ഒരു തിരിച്ചടികളും കൊടുക്കാതിരുന്ന സമയങ്ങളിൽ, കൊടുക്കാതിരുന്ന സമയങ്ങളിൽ രാജ്യത്ത് നിരവധിയായിട്ടുള്ള തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായ സമയത്ത്, അത് നരേന്ദ്രമോദി മാത്രമല്ല ധാരാളം ആളുകളിൽ നിന്ന് എതിർ ശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ. പക്ഷെ കഴിഞ്ഞ 9-7 വർഷത്തെ കാര്യങ്ങൾ നിങ്ങൾ എടുക്കൂ. എന്താണ് സംഭവിച്ചത്? ഉറി അറ്റാക്ക് ഉണ്ടായി. എന്താണ് സംഭവിച്ചത്? ഉറി അറ്റാക്കിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ സർജിക്കൽ സ്ട്രൈക്കിൽ കൊടുത്തില്ലേ? പുൽവാമ അറ്റാക്ക് ഉണ്ടായാൽ അപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് എയർ സ്ട്രൈക്ക് കൊടുത്തില്ലേ? എല്ലാ കാര്യത്തിനും മറുപടി കൊടുത്തില്ലേ? ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രാഷ്ട്രീയം പറയുന്ന ആളുകളാണ്. ഇവിടെ നിഷ്പക്ഷരായിട്ട് വന്നിട്ടുള്ള നിരീക്ഷകർ എന്താണ് പറയുന്നത്? 13 കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള, സ്ട്രാറ്റജിക്കലായിട്ടുള്ള, എക്കോണമിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതിനെ വാർ എന്ന് തന്നെയല്ലേ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നടക്കുന്ന ഒരു വാർ തന്നെയാണെന്ന് ഈ രാജ്യത്തെ യുദ്ധം നിരീക്ഷിക്കുന്ന മുഴുവൻ നിഷ്പക്ഷരായിട്ടുള്ള മുൻ ആർമി ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ നിരീക്ഷകർ, ഇവരൊക്കെ പറയുന്നു. രാജ്യം ഒരുമിച്ച് ഒരേ സമയത്ത് ഇതെന്താണ് സംഭവിച്ചു? എന്റെ ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് ഇതുവരെ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, ഇതെന്തുകൊണ്ടാണ് ഒരു ഇന്റലിജൻസ് ഫെയിലിയർ അവിടെ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ മുന്നറിയിപ്പ് കിട്ടിയിട്ടുള്ളതാണ്, പക്ഷേ അത് കാര്യമായി ഗൗനിച്ചില്ല എന്നുണ്ടോ? എങ്ങനെയാണ് ഇവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുള്ളത്? എങ്ങനെ ഇവർക്ക് ഇതിലേക്ക് കടക്കാൻ കഴിഞ്ഞു? ഈ ചോദ്യങ്ങൾ അത് മറുപടി അർഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെയല്ലേ ശ്യാമരാജ്? മറ്റൊന്ന്, ഈ ഭീകരരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൃത്യമായി, ഇപ്പോൾ ഇത്ര ദിവസമായിട്ടും എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഭീകരർ എവിടെയെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല ഇപ്പോഴും.
നമുക്ക് കഴിഞ്ഞ 12-13 ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർമിയിൽ നിന്ന് അടക്കമുള്ള ധാരാളമായിട്ട് ഉദ്യോഗസ്ഥർ അവരുടെയൊക്കെ ചില വാക്കുകൾ കേട്ട സമയത്ത് 90 ദിവസങ്ങൾക്ക് ശേഷം, അതായത് 3 മാസങ്ങൾക്ക് ശേഷം തന്നെ ഭീകരവാദികളെ പിടിച്ച ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, ഇന്ത്യൻ ആർമിയും അതോടൊപ്പം തന്നെ നമ്മുടെ മുഴുവൻ സംവിധാനങ്ങളും ഈ ഭീകരർക്ക് പിന്നാലെ തന്നെയാണ് ഉള്ളത്. അത് ഇന്ന് പിടിക്കണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പിടിക്കണം എന്ന് തന്നെയാണ് ഒരു ശരാശരി സാധാരണക്കാരനായിട്ടുള്ള എനിക്കും നിങ്ങൾക്കുമൊക്കെ ആഗ്രഹം എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അവരും നിസ്സാരക്കാരൊന്നുമല്ലല്ലോ, അവരും അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ അവർ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. അതിന് ഈ രാജ്യത്ത് ധാരാളമായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. നിലവിൽ രാജ്യത്തിന്റെ ഇന്റലിജൻസും ആർമിയും തിരച്ചിൽ തന്നെയല്ലേ. അതെ, അപ്പൊ അവർക്ക് എങ്ങനെ അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞു എന്ന ചോദ്യത്തിന് ഉത്തരം അതിന്റെ ഉത്തരവിന് കിട്ടേണ്ടതാണ്. അതിന് അവരെ കിട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ ഇനി അതിന് ആർമിയക്കാരും വെളിവാക്കേണ്ടതാണ്. ഇപ്പോൾ ഭീകരാക്രമണം നടത്തിയിട്ടുള്ള ആളുകളെ പിടിക്കുക അല്ല, അത് നമ്മൾ അങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിൽ കൈകാര്യം ചെയ്യേണ്ടതാണോ ശ്യാമരാജ്? അപ്പൊ ഇവിടെ ഇങ്ങോട്ടേക്കൊക്കെ വിനോദസഞ്ചാരികൾ, ഇപ്പൊ നമ്മളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയുമാണ് അങ്ങോട്ടേക്കൊക്കെ എത്തിച്ചേരുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ കോടിക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തിയ സ്ഥലമാണ്. ഒരു പ്രതീക്ഷയിലും ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ അവിടെ. ആ ട്രസ്റ്റ് കളഞ്ഞു കുളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് തെറ്റാണല്ലോ. അങ്ങനെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും അതിനെ അങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത് 14ാമത്തെ ദിവസം. അല്ല, അവിടുത്തെ ബുക്കിങ്ങുകളെല്ലാം ക്യാൻസൽ ആകുന്ന സാഹചര്യം താങ്കൾ അത് കാണുന്നില്ലേ? അല്ല, പേടിയാണല്ലോ. അത് ശരിയായി വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. ശരിയായി വരണം. ആർമിക്കും ഇന്റലിജൻസിനും നിങ്ങൾ കുറച്ചുകൂടി സമയം കൊടുക്കൂ. ഇത് ഇന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചെയ്തതിന് നാളെ തിരിച്ചു കൊടുക്കണമെന്ന് സന്ദീപ് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ആഗ്രഹത്തിനൊരു തെറ്റുമില്ല. പക്ഷെ അതിനുള്ള സമയം കൊടുക്കണ്ടേ?